ഇ ഡി ആക്രമിച്ച കേസിൽ CPI മുൻ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ അടക്കം 8 പേർക്കായി കസ്റ്റഡി ആവശ്യപ്പെട്ട പോലീസ്. കസ്റ്റഡി അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ സൗകര്യമൊരുക്കിയത് ഉണ്ണികൃഷ്ണനാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് അക്രമത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട്. അനുരു അശോകനാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുരു, ഇപ്പോൾ ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ പരിശോധനയിലേക്ക് പോവുകയാണ്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്നു. എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? ഗൗതം, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയ ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെയും അവരുടെ സുരക്ഷ ഒരുക്കിയിരുന്ന CRPF ഉദ്യോഗസ്ഥർക്കെതിരെയും CPM-ന്റെയും DFIയുടെയും പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്നത്. കേസിൽ 25ഓളം പേരെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 17 പേരുടെ കസ്റ്റഡിയും ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. ഇനി 8 പേരുടേതും കൂടെ പൂർത്തിയാക്കാനുണ്ട്. ഈ 8 പേരിലാണ് ആറ്റുകാൽ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൗൺസിലറായ ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ്റെ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ഇനി ചോദ്യം ചെയ്യേണ്ടത്. ഇവർക്കുള്ള കസ്റ്റഡി അപേക്ഷയാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. നാളെ ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. നാളെ തന്നെ ഇവരുടെ കസ്റ്റഡിയിൽ ലഭിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ കൈമാറും. ഇതിനുശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് പോലീസിന് തയ്യാറാക്കാൻ കഴിയൂ. നിലവിൽ കേസിൽ 300ഓളം പേർക്ക് എതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും നിലവിൽ ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നടക്കമുള്ള ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും മാധ്യമപ്രവർത്തകരിലെ ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ള അവരുടെ ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷം ഈ ദൃശ്യങ്ങളിലുള്ളവരെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം ഇത്തരത്തിൽ യാതൊരു തെളിവുകളുമില്ലാതെ കൂടുതൽ പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ പിന്നീട് കോടതിയിൽ നിന്ന് വലിയൊരു തിരിച്ചടി നേരിടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്ത പ്രതികളുടെ അടക്കം മൊഴികളും മറ്റ് തെളിവുകളും പരിശോധിച്ച ശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. തീർച്ചയായിട്ടും അനുരാണ് വിവരങ്ങൾ നൽകിയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് ശക്തിപ്പെടുത്താനാണ് പോലീസ് നീക്കം നടക്കുന്നത്.